എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ ജ്യൂസാണ്. അപ്പോൾ പപ്പായ ജ്യൂസ് മിക്കവരും തന്നെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ന് നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പപ്പായ ജ്യൂസ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗള് പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഴുത്ത പപ്പായയാണ്. അപ്പോൾ ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പഴുത്ത് ഇങ്ങനെ അലന്ന് പോകുന്ന രീതിയിലാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് ചിരണ്ടി എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പപ്പായ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ മധുരത്തിനായിട്ട് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പപ്പായയ്ക്ക് നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു 2 സ്പൂൺ അളവിലാണ് തേൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളെടുക്കുന്ന പപ്പായയ്ക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ തേൻ്റെ അളവ് കൂട്ടാം. ഇല്ല, തേനിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് തേൻ വെച്ചാണ് ഇന്ന് ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുത്താൽ മതി. 3 സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ഈ പപ്പായ ജ്യൂസ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. 1 ഗ്ലാസ് അളവിൽ തേങ്ങാപ്പാൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ ഗ്ലാസ്സാണ്. ഇത് 300 ml തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നമ്മുടെ ജ്യൂസ് ഇവിടെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിപ്പോൾ നല്ല ചൂട് സമയമാണ്. അപ്പോൾ നല്ല തണുത്ത ജ്യൂസൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഐസ് ക്യൂബ്സ് അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലോടൊപ്പം കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല തണുപ്പോടെ നമുക്ക് കുടിക്കാം. അതും അല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് കുടിച്ചാലും മതിയാവും. പിന്നെ നമ്മൾ ഒരുപാട് നേരം ഫ്രിഡ്ജിൽ തേങ്ങാപ്പാൽ ചേർത്ത ജ്യൂസ് എടുത്ത് വെക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ ഇങ്ങനെ മുകളിൽ കട്ട പോലെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂറൊക്കെ മാക്സിമം ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ സാധാരണ പാക്കറ്റ് പാൽ അല്ലെങ്കിൽ പശുവിൻ പാലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുകയാണെങ്കിൽ ഉടനെ തന്നെ കുടിക്കണം. ഒരിക്കലും അത് കുറച്ച് സമയം കഴിഞ്ഞ് കുടിക്കാമെന്ന് ഓർത്ത് എടുത്ത് വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.